السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله كفى، والصلاة والسلام على رسوله المصطفى وعلى آله وأصحابه الشرفاء. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ഉസ്താദുമാർക്കും പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കുമൊക്കെ, ഇത് കേൾക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും വീക്ഷിക്കുന്നവർക്കുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതൊക്കെ നാളെ സ്വർഗലോകത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് ഒരു നിദാനമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏതാണ്ട് 3 ശീർഷകങ്ങൾ നാം വായിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളാണ് വായിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്പർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാനും ചിലത് മാത്രമാണ് ഇന്നലെ നമ്മൾ പ്രതിപാദിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ബാക്കി വായിക്കുകയാണ്. ഇന്നലെ നാം പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്ത്, അതിൽ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, അല്ലാഹുവേ നീ എന്റെ മേലിലും എന്റെ മാതാപിതാക്കളുടെ മേലിലും ചെയ്ത അപാരമായ അനുഗ്രഹത്തിന് അർഹമായ കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഈ ആയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇന്നലെ നാം വായിക്കുകയുണ്ടായി. മാതാവും പിതാവും അതുപോലെ തന്നെ മകനും, ഒരു കുടുംബം ഒന്നടങ്കം പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമാകുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. ഈ സൗഭാഗ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനല്ലാതെ സ്വഹാബത്തിൽ നിന്ന് മറ്റൊരാൾക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ളതും മറ്റുമൊക്കെ ഇന്നലത്തെ പാഠത്തിൽ നാം വായിച്ചു കേൾക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനിയും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിറങ്ങിയ ധാരാളം ആയത്തുകൾ ഉണ്ട്. ഓരോന്നും വിശദമായി പറയുകയാണെങ്കിൽ ദിവസങ്ങൾ നമുക്ക് തികയില്ല. ആയതുകൊണ്ട് ഓരോ ആയത്തുകൾക്കും ചെറിയൊരു ബന്ധം മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എന്നാൽ അത് മനസ്സിലാവേണ്ട രൂപത്തിൽ മനസ്സിലാവുകയും വേണം, അത്രമാത്രമേ പറയുവാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും, നല്ലവരായിരിക്കുന്ന ആളുകളെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നലെ വായിച്ചതിന്റെ ബാക്കി ഭാഗം വായിക്കുകയാണ്. വമിനൽ ആയാത്തി ഖൗലുഹു തആല സാനിയ സ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്.
എന്താണ് അർത്ഥം? ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഉണ്ടായ ആ സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ചുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് ആണ്, അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത്. ഇത് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ അദ്ദേഹത്തെ പുറപ്പെടുവിച്ച സമയം. സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ, മറ്റൊരാളോടുകൂടി അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭം. ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ ഗുഹയിലായ സമയത്ത്. ഇദ് യഖൂലു ലിസ്വാഹിബിഹി, തന്റെ സഹചാരിയോട് താൻ പറഞ്ഞ സന്ദർഭം. ലാ തഹ്സൻ, നീ ഒരിക്കലും ദുഃഖിക്കേണ്ട. ഇന്നല്ലാഹ മഅന, തീർച്ചയായിട്ടും നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. ഫഅൻസലല്ലാഹു സക്കീനതുഹു അലൈഹി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മേലിൽ സമാധാനത്തെ ഇറക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ മേലിൽ എന്നതുകൊണ്ടുള്ള വിവക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നും അതെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നും അഭിപ്രായത്തിലുണ്ട്. അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന സ്വാഹിബ അബൂബക്കർ, മുസ്ലിംകൾ എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു ഇവിടെ ഇത് യഖൂലു ലിസ്വാഹിബിഹി എന്ന് ഈ ആയത്തിൽ പറഞ്ഞ സ്വാഹിബ് കൊണ്ടുള്ള വിവക്ഷ. അലാ അന്ന സ്വാഹിബ, ആ സഹചാരി, ആ സ്വാഹിബ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിവക്ഷ അബൂബക്കർ, അബൂബക്കറാണ് എന്നതിന്റെ മേലിൽ മുസ്ലിംകൾ ഏകോപിച്ചിരിക്കുന്നു. ഈ ആയത്തിറങ്ങുന്നതിന്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനവുമായി മക്കയിൽ വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ അനുസരിക്കാൻ സന്നദ്ധരായില്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ സ്വതന്ത്രമായ പ്രബോധനത്തിന് പോലും അവർ അനുവദിച്ചില്ല. അതിന്റെയും പുറമെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വതന്ത്രമായി അമൽ ചെയ്യാൻ പോലും അവർ അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് എന്ന് പറയപ്പെടുന്ന ഒരു ദുഷ്ടൻ ദിവസങ്ങൾക്ക് മുമ്പ് അറുക്കപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ അഴുകി നാറുന്ന കുടൽമാല വലിച്ചു കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കഴുത്തിലിട്ടു. പ്രവാചകർക്ക് ശിരസ് ഉയർത്താൻ സാധിക്കാതെ വന്നപ്പോൾ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അത് കണ്ട് ഓടി വന്നുകൊണ്ട് അത് എടുത്തു മാറ്റിയത്. ഇത് ചരിത്രമാണ്. എന്താണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വതന്ത്രമായി സ്വന്തമായി തനിക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ഇബാദത്ത് നടത്താൻ പോലും അനുവദിക്കാതെ വന്ന ഘട്ടം. അതിന്റെയും പുറമെ അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി വീട് വളഞ്ഞ സംഭവം. ഇതൊക്കെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജനിച്ച നാടോട്, സ്വന്തം ജനിച്ച മണ്ണിനോട് വിട പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പരിശുദ്ധമായ മദീനയിലേക്ക് പലായനം ചെയ്യുക. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹചാരിയായി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ മഹത്വമാണത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ അഭയം തേടി. ആ ഘട്ടത്തിൽ ഉള്ള സന്ദർഭത്തെ സംബന്ധിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടം ഏതാണ് എന്ന് ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും പരിശുദ്ധമായ മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ഘട്ടം ഏതാണ്? നബിതങ്ങളും സിദ്ദീഖ് എന്നവരും നാട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ശത്രുക്കളുടെ നേതാവായ അബൂജഹൽ ഒരു മെഗാ ഓഫർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു വമ്പിച്ച സമ്മാനം. മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക്
100 ഒട്ടകം സമ്മാനം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഒരു വലിയ ഓഫർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശിരസിന് വാഗ്ദാനം ചെയ്തത്. ഒന്നും രണ്ടുമല്ല, 100 ഒട്ടകം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കാറ് 2 കാറ് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ സകല സാധനങ്ങളും അവിടുന്ന് വാങ്ങാം. കാരണം അഥവാ പ്രൈസ് അടിച്ചാൽ ഒരു 10 കാറൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ സമ്മാനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എല്ലാ സാധനവും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ അവിടുന്ന് വാങ്ങാം. കാരണം 10 വാഹനം കിട്ടാൻ പോണത് ഒന്നേ അമ്മക്ക് അടിച്ചാല് എങ്കിൽ ഇവിടെ 1 അല്ല 2 അല്ല 10 അല്ല 100 ഒട്ടകം സമ്മാനം. ഈ അബൂജഹലിന്റെ ഈ മെഗാ ഓഫർ, ഈ വമ്പിച്ച സമ്മാനം, ഞാൻ വാങ്ങും ഈ പ്രൈസ് ഞാൻ അടിച്ചെടുക്കും എന്നുള്ള മാത്സര്യ ബുദ്ധിയോടുകൂടെ അബൂജഹലിന്റെ സിൽബന്ദികൾ അള്ളാഹുവിന്റെ പ്രവാചകനെ തിരഞ്ഞു പിടിക്കുവാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി നാടും നഗരവും മലയും മരുഭൂമിയും താണ്ടി ഊരു ചുറ്റുകയാണ്. മക്കയുടെ സകല വിജന പ്രദേശങ്ങളിലൂടെ, മരുഭൂമികളിലൂടെ, മലമടക്കുകളിലൂടെ, വനങ്ങളിലും വിവിധങ്ങളായ ഭാഗങ്ങളിലൂടെ അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശിരസിന് വേണ്ടി വാളും പിടിച്ച് ഊരു ചുറ്റി നടക്കുന്ന ഈ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നവരും നബിതങ്ങളും സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ താൽക്കാലികമായി മറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നബിതങ്ങളെയും പിടികൂടുവാൻ വേണ്ടി അവർ ഈ സൗർ പർവ്വതത്തിന്റെ ഉച്ചിയിലും എത്തി എന്നുള്ളതാണ് ചരിത്രം. ഈ സമയത്ത് സൗർ പർവ്വതത്തിന്റെ ആ ഗുഹ, ആ ഗാർ, അതിന്റെ ഉള്ളിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരും ഇതറിഞ്ഞു. തങ്ങളെ തെരഞ്ഞു പിടിക്കുവാൻ വേണ്ടി ശത്രുക്കൾ ഇതാ ഞങ്ങളുടെ മുമ്പിൽ തന്നെ എത്തിയിരിക്കുകയാണ് എന്ന്. ആ സൗർ പർവ്വതത്തിന്റെ ഗുഹ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉച്ചിയിലുള്ള ആ ഗുഹ ഒരു പ്രത്യേക രൂപത്തിലുള്ളതാണ്. അതിന് 3 ഭാഗത്തും കല്ലുകളാണ്, 2 ഭാഗവും മേൽഭാഗത്തും പാറയാണ്. അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ, കുറച്ച് വലിയൊരു ദ്വാരം, അതിന്റെ മുൻഭാഗത്ത് ഒരു ചെറിയ ഒരു ദ്വാരവും. ആ ദ്വാരത്തിലിരുന്നു കൊണ്ട് നോക്കുകയാണെങ്കിൽ പരിശുദ്ധമായ കഅബ കാണാൻ സാധിക്കും. പരിശുദ്ധമായ കഅബയുടെ ചുറ്റുഭാഗത്തും ആരൊക്കെ ഇരിക്കുന്നു, ആരൊക്കെ യോഗം ചേരുന്നു, ആരൊക്കെ അവിടെ നടക്കുന്നു, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് മുൻഭാഗത്തേക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗുഹയാണത്. ഏകദേശം ഒരു 10-14 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിനീതൻ അവിടെ പോയപ്പോൾ ആ കഅബ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും കഅബയുടെ പരിസരത്ത് ഉയർത്തപ്പെട്ടതുകൊണ്ട് കഅബ കാണാൻ സാധിക്കുമായിരിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഅബയേക്കാൾ എത്രയോ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ ഉള്ളത്. ഏതായിരുന്നാലും പറഞ്ഞുകൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് എന്നിവരെയും പിടികൂടുവാൻ വേണ്ടി ശത്രുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? ഇവർക്ക് മനസ്സിലായപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ ചെറിയൊരു ഭയം. കാരണം ഞാനല്ല പ്രശ്നം, അള്ളാഹുവിന്റെ പ്രവാചകർ എന്റെ കൂടെയുണ്ട്, ഇവരാണെങ്കിൽ ഞങ്ങളുടെ മുൻഭാഗത്ത് എത്തിയിരിക്കുന്നു എന്ന്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ നേതാവ് തന്നെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, വമാ ഹാജതുകും ഫിൽ ഗാരി ഇന്ന ഫീ അൻകബൂതൻ അഖദമ മിൻ മീലാദി മുഹമ്മദിൻ. അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്കെന്താ ഇതിലെ അങ്കബൂത്തിനെ കണ്ടൂടെ, ചിലന്ത് വലകെട്ടിയത് കണ്ടൂടെ? ഈ ഗുഹ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂലേ ഇതൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെയും എത്രയോ മുമ്പുള്ള പഴക്കമുള്ള ഗുഹയാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകൂലേ, എന്താണ് ആവശ്യമില്ലാത്തപ്പോൾ ഇങ്ങോട്ട് പോരടാ എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് അവരുടെ നേതാവ് ഉമയ്യത്ത് ഇബ്നു ഖലഫ് തന്നെ അവിടെ നിന്ന് അവരെ മാറ്റുകയാണ്, പിന്നോട്ട് വലിക്കുകയാണെന്നർത്ഥം. ചിലന്ത് വലയിട്ടതും പ്രാവുകൾ മുട്ടയിട്ട് അടയിരുന്നതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു.
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നളറ ഇലാ ഖദമൈഹി ലഅബ്സറനാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരെങ്ങാനും നേരെ അവരുടെ കാലിന്റെ ചുവട്ടിലേക്ക്, ഈ ശത്രുക്കൾ ഈ പാറയുടെ മുകളിലാണുള്ളത്, അതിന് നേരെ താഴെ ഗുഹയാണ്. നബി തങ്ങളോട് സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നബിയെ, അവരിൽ ആരെങ്കിലും ഒരാൾ തന്റെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ അവർക്ക് കാണാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബൂബക്കർ മാ ളന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, എന്താണ് നിന്റെ വിചാരം? ഇവിടെ നാം 2 പേർ മാത്രമല്ല, മറിച്ച് ഇവിടെ 3 പേരുണ്ട്. നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. നീ വ്യാകുലപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നവരെ സന്തരിപ്പിച്ചു. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 40-ാമത്തെ ഈ ആയത്തിലെ സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ എന്നുള്ള ഇത് ഇറങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ചുരുക്കത്തിൽ ഇതാണ് അതുമായുള്ള ബന്ധം. ഇതുപോലെ ധാരാളം ഹദീസുകൾ, ധാരാളം ആയത്തുകൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്പർശിച്ചുകൊണ്ടിറങ്ങിയിട്ടുണ്ട്. തുടർന്നുകൊണ്ട് അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. വമിൻഹാ വല്ലൈലി ഇദാ യഗ്ഷാ ഇലാ ഖൗലിഹി ഇന്ന സഅയകും ലശത്താ. قال بعض المفسرين نزلت في أبي بكر وأبي سفيان بن حرب. ومنها അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകളുടെ ഗണത്തിൽപ്പെട്ടതാണ് വല്ലൈലി ഇദാ യഗ്ഷാ എന്നുള്ള ആയത്ത്. ഇലാ ഖൗലിഹി ഇന്ന സഅയകും ലശത്താ, ഇന്ന സഅയകും ലശത്താ എന്നത് വരെയുള്ളതായ ആയത്തുകൾ ഏതാണ്? നമുക്കൊന്ന് ഓതി നോക്കാം. വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ الذكر والأنثى ഇന്ന സഅയകും ലശത്താ. വല്ലൈലി, രാത്രിയെ തന്നെയാണ് സത്യം, ഇദാ യഗ്ഷാ, അത് മൂടുമ്പോൾ, വന്നഹാരി, പകലിനെ തന്നെയാണ് സത്യം, ഇദാ തജല്ല, അത് വെളിപ്പെടുമ്പോൾ, വമാ ഖലഖ الذكر والأنثى, പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചവനെ തന്നെയാണ് സത്യം, ഇന്ന സഅയകും ലശത്താ, തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങളുടെ ഉദ്യമങ്ങൾ ലശത്താ, വിവിധങ്ങളാണ്. ഇവിടെ വിവിധങ്ങളായ പരിശ്രമങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലവും, തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ കൊടിയ ശിക്ഷയുമുണ്ട്. 2 പേരും ഒരുപോലെയല്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. നിരവധി അടിമകളെ വില കൊടുത്ത് വാങ്ങിയിട്ട് സ്വതന്ത്രരാക്കിയിരുന്നു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ലാ യസ്തവി അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന. നരകത്തിന്റെ ആളുകളും സ്വർഗത്തിന്റെ ആളുകളും തമ്മിൽ സമമല്ല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ടല്ലോ, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. മുഅ്മിനായ ഒരുത്തൻ തമ്മാടിയായ ഒരുത്തനെ പോലെയാണോ? ഒരിക്കലും അവർ സമമാവുകയില്ല. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അടിമകളെ വാങ്ങി, വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രരാക്കുക വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ചില ആളുകൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ അവകാശികളായി മാറുന്നു. ചില ആളുകളാണെങ്കിലോ അടിമകളെ വിറ്റ് ധാരാളം പണം സമ്പാദിച്ച്, അതല്ലെങ്കിൽ അടിമകളെ പീഡിപ്പിച്ച്, ഇങ്ങനെയുള്ള നിരവധി തിന്മകൾ ചെയ്തുകൊണ്ട് നരകത്തിന്റെ ആളുകളായി മാറുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ അതേ സൂറത്തിന്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് വായിക്കാം. കാരണം അതിന്റെ
ബാക്കി ഭാഗവും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ ഇറങ്ങിയതായിട്ട് മുഫസ്സിറുകൾ പറയുന്നു. ആ ഭാഗം കൂടി വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ വിശദീകരണം നൽകാം. ഖാല ബഅദുൽ മുഫസ്സിരീന, ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഇത് നസലത്ത് ഫി അബീബക്കർ വ അബീ സുഫ്യാൻ ഇബ്നു ഹർബ്, ഇവരിൽ ഇറങ്ങിയതാണ്. വമിൻഹ, തുടർന്ന് പറയുന്നു, വമിൻഹ, സിദ്ദീഖ് എന്നവരുടെ ശ്രേഷ്ഠതയെ പ്രതിപാദിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട ആയത്തുകളുടെ ഗണത്തിൽപ്പെട്ടതാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക്, വസയുജന്നബുൽ അത്ഖ അല്ലദീ യുഅതി മാലഹു യതസക്ക ഇലാ ആഖിരിൽ ആയ, ആയത്തിന്റെ അവസാനം വരെ. ആയത്തിന്റെ അവസാനം വരെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഓതി നോക്കാം. وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. എന്താർത്ഥം? وسيجنبها الأتقى, ആ നരകത്തെ തൊട്ട് പിറകെ അകറ്റപ്പെടും ഏറ്റവും പരിശുദ്ധി നേടിയവന്, ഏറ്റവും തഖ്വയുള്ളവന്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവന്. അല്ലദീ യുഅതി മാലഹു യതസക്ക, പരിശുദ്ധി നേടുവാനായി തന്റെ ധനത്തെ നൽകുന്നവൻ, ദാനം ചെയ്യുന്നവൻ, നൽകുന്നവൻ. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ട ഒരു അനുഗ്രഹം അവന്റെ അടുക്കൽ ഒരാൾക്കും തന്നെയില്ല. ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, അവന്റെ ഉന്നതനായ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിക്കൽ അല്ലാതെ. വലസൗഫ യർള, പിറകെ അവൻ തൃപ്തിപ്പെടുന്നതാണ്. ഇത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. നോക്കാം, ഇവിടെ പറഞ്ഞത് ധനം അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ചിലവഴിക്കുക. എന്തൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ആയിരിക്കുക. അവനക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധം എങ്ങനെയാണ് ഇതിനോട് എന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാഹ് തങ്ങൾ തന്റെ തഫ്സീറിൽ കബീറിൽ പറയുന്ന ഈ വാക്കുകൂടി നമുക്ക് ഇതിനോട് കൂട്ടി വായിക്കാം. അപ്പോൾ അതിന് വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട നബിതങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു ദയനീയമായ ദൃശ്യം, അഥവാ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രഗൽഭനായ സഹാബി ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തി കിടത്തി ബഹുമാനപ്പെട്ടവരുടെ ബിലാൽ എന്നവരുടെ നെഞ്ചിൽ വലിയ വലിയ ഭാരമുള്ള പാറക്കല്ല് കയറ്റിവെച്ച് ചാട്ടവാറുകൊണ്ട് ശത്രുക്കൾ അടിച്ചും ഇടിച്ചും തൊഴിച്ചും ബഹുമാനപ്പെട്ട ബിലാൽ എന്നവരെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ രംഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കാണാൻ സാധിച്ചത്. ആ സമയത്ത് വഹുവ യഖൂലു അഹദ് അഹദ്, ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ്, ഒന്ന് മാത്രം, അള്ളാഹു ഒരുവനാണ് എന്നുള്ള ആ കലിമത്തു തൗഹീദിന്റെ ഉറച്ച ശബ്ദം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വഴിക്ക് കടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൃഷ്ടിയിൽ ഈ രംഗം പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹദ് അഹദ് എന്നുള്ള വാക്ക് ബിലാൽ എന്നവർ ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ പറഞ്ഞുപോയി, യുൻജീക അഹദ് അഹദ്, ബിലാലെ അഹദ് അഹദ് എന്നുള്ള വാക്ക് നിന്നെ രക്ഷപ്പെടുത്തും. ഒരുവൻ അഥവാ കലിമത്തു തൗഹീദ് നിന്നെ രക്ഷപ്പെടുത്തും. നിന്റെ ആ ഉറച്ച ഏകദൈവ വിശ്വാസം നിന്നെ രക്ഷപ്പെടുത്തും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, യുൻജീക അഹദ് അഹദ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഈ വിവരം പറഞ്ഞു. ബിലാലിനെ ശത്രുക്കൾ അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂബക്കറെ എന്ന് പറഞ്ഞപ്പോൾ
ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വർണം എടുത്തുകൊണ്ടുവന്ന് തന്റെ വീട്ടിൽ നിന്ന് സ്വർണം എടുത്ത് ഈ ശത്രുക്കളുടെ മുമ്പിലേക്ക് ഓടിവന്ന് അവരോട് പറഞ്ഞു, ഈ ബിലാലിനെ നിങ്ങൾക്ക് എനിക്ക് നൽകാൻ എന്ത് വേണം? നിങ്ങളുടെ അടിമയാണല്ലോ, നിങ്ങളുടെ അടിമയെ നിങ്ങൾ എനിക്ക് വിൽക്കുക, നിങ്ങൾക്ക് എന്ത് വേണം? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വലിയ ധനം കൊടുത്തുകൊണ്ട്, ഈ സ്വർണങ്ങൾ കൊടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവരിൽ നിന്നും വാങ്ങുകയാണ്. വാങ്ങിയെന്ന് മാത്രമല്ല, ബിലാൽ എന്നൊരു അദ്ദേഹം സ്വതന്ത്രനാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പീഡിപ്പിക്കുന്ന വ്യക്തിയെ അതിൽ നിന്നും ധനം കൊടുത്ത് മോചിപ്പിച്ചു എന്നുള്ള ഈ ഒരു കാര്യം തന്നെ വലിയ ഒരു സഹായമാണ്, വലിയ പ്രതിഫലമുള്ളതാണ്. അതിന്റെയും പുറമെ സ്വതന്ത്രനാക്കുക എന്നുള്ളതോ, ഒരടിമയെ തന്റെ കീഴിൽ ഉള്ള ഒരടിമയെ തന്നെ സ്വതന്ത്രനാക്കുക എന്ന് പറഞ്ഞാൽ, തന്റെ കീഴിൽ ഉള്ള ഒരടിമയെ തന്നെ സ്വതന്ത്രനാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങുകയും സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം ആളുകളെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രനാക്കിയത് ചരിത്രത്തിലുണ്ട്. ഇതായിരുന്നാലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബിലാൽ എന്നവരെ അവരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രനാക്കിയപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു പരത്തി, മാ ഫഅല ദാലിക അബൂബക്കർ ഇല്ലാ ലിയദിൻ കാനത്ത് ലിബിലാലിൻ ഇൻദഹു. അബൂബക്കർ ആ പണി ചെയ്തത് ആ അബൂബക്കറിന് ഈ ബിലാലിനോട് ചെയ്യേണ്ടതായ എന്തെങ്കിലും കടപ്പാടുകൾ ഉണ്ടാകും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജപ്രചരണം നടത്തിയപ്പോൾ ഫനസല ആയത്തിറങ്ങി, വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ടതായ ഒരു അനുഗ്രഹം അവന്റെ അടുക്കൽ ഒരാൾക്കും തന്നെയില്ല, ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല. അവന്റെ രക്ഷിതാവിന്റെ, അവന്റെ ഉന്നതനായ റബ്ബിന്റെ പ്രീതി ആഗ്രഹിക്കുക എന്നല്ലാതെ കണ്ട് മറ്റൊരു ഉദ്ദേശവും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെയാണ് ഈ ആയത്തിന്റെ ബന്ധം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി സ്പർശിച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആര് പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ അതിമഹത്തായ പ്രതിഫലമുണ്ട്. എന്തൊരു നന്മ ചെയ്യുമ്പോഴും അത് ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, അള്ളാഹുവിന്റെ പ്രീതി കൊതിച്ചുകൊണ്ട് മാത്രമാണ് എങ്കിൽ അവനിക്ക് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ അവന്റെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവൻ മാത്രമേ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ഉദാത്തമായ പ്രതിഫലവും ഉണ്ടാകും എന്നാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ധനത്തിന്റെ കണക്ക് ധാരാളം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ധാരാളം ധനം ചെലവഴിച്ചു എന്ന് മാത്രമല്ല, അതിന്റെയും പുറമെ ധനം കൊടുത്ത് നിരവധി ആളുകളെ സഹായിച്ചു. ശത്രുക്കളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നിരവധി ആളുകളെ സിദ്ദീഖ് എന്നവർ ധനം കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ അത്യുദാത്തമായ പ്രതിഫലമുള്ള കാര്യമാണ്. ഇന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു താല ഈ ആയത്തുകൾ ഇറക്കുന്നത്. ഒരിക്കൽ ഇങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാവങ്ങളെയും സാധുക്കളെയും കഴിവില്ലാത്തവരെയും ഒക്കെ വലിയ വലിയ സംഖ്യ കൊടുത്തുകൊണ്ടും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി വിടുന്ന ഇത് കാണുമ്പോൾ തന്റെ പിതാവ് തന്നെ ഒരിക്കൽ പറഞ്ഞുപോയി, ബുനയ്യ അറാക തുഅത്തിഖു ഉനാസൻ ളുഅഫാ ഫലൗ അന്നക തുഅത്തിഖു റിജാലൻ ജുലദാ യഖൂമൂന മഅക വയംനഊനക വയദ്ഫഊന അൻക. ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീറിലെ ഒരു ഉദ്ധരണിയാണ് നമ്മളിപ്പോൾ വായിച്ചത്.
അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് പറയാണ്, എന്റെ പൊന്നു മോനെ, നീ എന്തിനാണ് ഈ സാധുക്കളായ പാവങ്ങളായ ബലഹീനരായിരിക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് മോചിപ്പിക്കുന്നത്? എന്നാൽ നിനക്ക് ഒരു കാര്യം ചെയ്തുകൂടെ? നല്ല കരുത്തരായ കഴിവുള്ളവരായ ശക്തരും നല്ലരുമായ ആളുകളെ ശത്രുക്കളിൽ നിന്നും ധനം കൊടുത്ത് വാങ്ങിയിട്ട് അവരെ മോചിപ്പിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല പ്രശ്നങ്ങളും വരുന്ന സമയത്ത്, നിനക്ക് വല്ല ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ശത്രുക്കളെ പ്രതിരോധിക്കുവാനും അവർക്കെതിരെ പ്രവർത്തിക്കുവാനും നിന്നെ സഹായിക്കുവാനും അവർക്ക് സാധിക്കുമല്ലോ എന്ന് സ്വന്തം പിതാവ് പോലും അദ്ദേഹത്തെ ഒരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിൽ അഅല, അവന്റെ ഉന്നതനായ രക്ഷിതാവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും തന്നെ അഭിലഷിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാണ് ചെയ്തത്. അപ്പോൾ ഈ ആയത്തും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്പർശിച്ചുകൊണ്ടാണ് ഇറങ്ങിയതെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബഗവി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞു, ഫീ ഹഖ് അബീ ബക്കറിൻ ഇൻദൽ ജമീഅ്, ഈ പറഞ്ഞ ആയത്തുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹഖലാണ് എന്ന് എല്ലാവരുടെ അടുക്കലും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഗവി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞു. എല്ലാവരുടെ അടുക്കലും എന്താണ് ഈ ആയത്തിറങ്ങുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷയത്തിലാണ്. ചുരുക്കത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ സ്പർശിച്ചുകൊണ്ട് ധാരാളം ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹം എത്രമാത്രം ഉദാത്തനും ഉത്കൃഷ്ടനുമായിരുന്നു എന്നുള്ളതിലേക്ക് ഒരു തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ധാരാളം പഠിക്കുവാനും അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.